അപ്പോൾ എല്ലാവർക്കും ഹായ്. നമ്മുടെ നാട്ടിൽ എത്ര തരം മാങ്ങകളാണല്ലേ ഉള്ളത്. പല നാടുകളിൽ പല പേരുകളിൽ മൂവാണ്ടൻ, നീലം മാങ്ങ, ഗോമാങ്ങ, ശർക്കര മാങ്ങ, ചെറുവരിക്ക, കിളിച്ചുണ്ടൻ, ചക്കര മാങ്ങ, ഓലമാങ്ങ, തത്തച്ചുണ്ടൻ മാങ്ങ, കർപ്പൂര മാങ്ങ, അങ്ങനെ എത്ര നമ്മൾ നമ്മുടെ വിഷയത്തിൽ നിന്നും ചെറുതായിട്ടൊന്ന് തെന്നിമാറിയോന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ റെസിപ്പി എന്താണെന്ന് കണ്ടാലോ. നമ്മുടെ ഉദ്ദേശം മാമ്പഴം കൊണ്ടൊരു ലഡുവാണ്. കഴുകി വൃത്തിയാക്കിയ മാങ്ങ നമ്മൾ ഞെട്ടി കളഞ്ഞെടുക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടായി മുറിച്ച് നമുക്കതിൻ്റെ പൾപ്പൊന്ന് എടുക്കണം. നമ്മൾ ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 മാങ്ങയുടെ പൾപ്പാണ് എടുക്കുന്നത്. ഇത് നമ്മുടെ കന്നി സംരംഭമാണ്, അതുകൊണ്ടാണ് 2 എണ്ണത്തിൽ ഒതുക്കിയത്. നമ്മളിത് സ്കൂപ്പ് ചെയ്തെടുക്കാനാണ് ഉദ്ദേശിച്ചത്. അത് ഒരെണ്ണത്തിൻ്റെ പാതി എടുത്തപ്പോൾ തന്നെ നമ്മളെ കൊണ്ടത് നടക്കില്ല എന്ന് തോന്നി. പിന്നെ തൊലിയൊക്കെ ചെത്തി വൃത്തിയാക്കിയിട്ട് നമ്മളെടുത്തത് മുറിച്ച്. ഇതേ കണ്ടല്ലോ, അവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ, നമ്മൾ ഈ പൾപ്പ് മുഴുവൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ല പേസ്റ്റ് പരുവത്തിൽ വേണം ഇത് അരച്ചെടുക്കാൻ. നമ്മുടെ മാമ്പഴം നന്നായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കട്ടകളും തരികളും ഒന്നും ഇല്ലാതെയാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളിത് ഈ ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. നമ്മുടെ രണ്ടാമത്തെ ചേരുവ റവയാണ്. അത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് നമ്മൾ 2 കപ്പ് റവയാണ് എടുക്കുന്നത്. ഈ റവ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ വറുത്ത റവ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമ്മൾ ഈ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാങ്ങയുടെ പൾപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാം.